അങ്ങനെ ഒരു 3:30, 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബോർഡറിൻ്റെ അവിടെ എത്തിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം നിന്ന് പിന്നെ രാവിലെയൊക്കെ ആയപ്പോൾ ബോർഡർ തുറന്നു. ഞങ്ങളങ്ങനെ അകത്തോട്ട് കയറി കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ കുറേ കാണാനൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ബോർഡർ കടന്ന് ഞങ്ങൾ നേരെ കയറി അകത്തോട്ട്. അവിടുന്ന് നേരെ പോകുന്ന വഴിക്ക് നിറച്ച് മാനായിരുന്നു കേട്ടോ വഴിയിൽ. കുറേ മാനുണ്ടായിരുന്നു കാണാനാളും നിറച്ച് 1ഉം 2ഉം പിന്നെ കൂട്ടമായിട്ടൊക്കെ കുറേ മാനുകളുണ്ടായിരുന്നേ. ഞങ്ങൾ പിന്നെ അതൊക്കെ കണ്ട് നല്ല രസമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ്ടേ മിക്കവരും ഏൽക്കുന്നുള്ളേ. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. പക്ഷെ ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ ബോർഡറിൻ്റെ അവിടെ വന്ന് കിടന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ മാനിനെ കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ചാടിയേറ്റ്. പിന്നെ സൈഡിലും വഴുതിലൊക്കെ നോക്കി. അങ്ങനെ മാനിനൊക്കെ വലിയ കൂട്ടങ്ങളൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ആനകളെ കണ്ട്. കൂട്ടമായിട്ടും ഒറ്റയ്ക്കായിട്ടൊക്കെ വലിയ ആനകളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ വരുന്ന വഴിക്കൊക്കെ. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു കാട്ടുപന്നിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോക്കകത്ത് ക്ലിയർ ആയിട്ട് കണ്ടില്ല കേട്ടോ. പക്ഷേ അതിനകത്ത് കാട്ടുപന്നിയൊക്കെ ഉണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് റോഷനയുടെ മാനേ മാനേ മാൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലോട്ട് കൊമ്പുള്ള മാന, കൊമ്പില്ലാത്ത മാന, അതിനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. റോഷനയ്ക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇനി ചുമ്മാ തമാശയൊക്കെ കളിച്ചിങ്ങനെ കുറേ നേരം മാനെ കണ്ട് മാനെ കളിയൊക്കെ നടന്നു വരുന്നു. ഇതേ പിന്നെ കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും രണ്ടും മാൻ. ഇങ്ങനെയൊക്കെയാണോ ഞങ്ങൾ കേട്ട് എല്ലാവരും ചിരിച്ച് ചത്ത്. മാനെ കാണുമ്പോൾ ആന കൊമ്പുണ്ടോ കൊമ്പില്ലേ എന്നൊക്കെ പറഞ്ഞ് അയ്യോ കോമഡിയായിരുന്നു ഫുള്ള്. നല്ല രസമായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആനയുടെ കുളിസീനൊക്കെ കണ്ട്. അയ്യോ ഗൈസ്, ആനയെ കളിയാക്കിക്കൊണ്ടൊക്കെ കറക്കൊണ്ടൊക്കെ എല്ലാവരും കയറി വന്നു. അങ്ങനെ ആനയുടെ കുളിസീനൊക്കെ കണ്ട് ഇതേ വന്നപ്പോഴത്തേക്ക് കുഞ്ഞി കുഞ്ഞി കുരങ്ങുകളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുക്കാമെന്നൊക്കെ നോക്കി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ എന്താ പറയുക, ഇവർ കുരങ്ങുഞ്ഞുങ്ങളെല്ലാം കൂടെ വണ്ടിയുടെ പൊക്കത്തോട്ട് കയറുമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടെ വിൻഡോ അടയ്ക്കാൻ വേണ്ടി വിൻഡോ ഒക്കെ അടച്ച് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇതാണ്ട് സ്ഥലത്തെത്തി കേട്ടോ. സ്ഥലത്തെത്തി അങ്ങനെ എല്ലാവരും ഉറക്കത്തിൽ നിന്നൊക്കെ ഏറ്റു വരുന്നുള്ളായിരുന്നേ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും രാത്രി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട്. അത് ഞങ്ങൾ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് റൂമിലോട്ട് പോകാൻ വേണ്ടി എല്ലാവരും ഇറങ്ങി കേട്ടോ. അങ്ങനെ ഹോട്ടലിൻ്റെ അടുത്തെത്തി. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ മൗര്യ പാലസ് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് കൃത്യം ഓർമ്മയില്ല. പക്ഷെ വീഡിയോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വായിച്ച് വേണം നോക്കാം കേട്ടോ. അങ്ങനെ എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് തൻ്റെ ഹോട്ടലിലോട്ട് കയറി ചെന്ന് കേട്ടോ. ഞങ്ങൾക്ക് അപ്പം മേളത്തെ നിലയാണെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ മുകളിലത്തെ നിലയിലോട്ട് കയറി ചെന്ന് കേട്ടോ. മേളത്തെ നില ചെന്നപ്പം എല്ലാവർക്കും റൂമൊക്കെ തപ്പണമായിരുന്നു. അപ്പോഴത്തേക്ക് താക്കോലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും റൂമൊക്കെ തപ്പി നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ റൂമൊക്കെ കിട്ടി. ഞങ്ങൾ ഏറ്റവും മേളത്തെ നിലയിൽ ഒരു റൂം കിട്ടി. ഞങ്ങൾ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഇതാണ്ട് കിടക്കുന്നത്. റൂം ഫുള്ളും എന്താ പറയുക, ക്ലീൻ അല്ല, മുഴുവൻ അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ വരുന്ന മുന്നേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ക്ലീൻ ആക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഫുൾ അലങ്കോലമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് വരുമ്പം വൈകിട്ടത്തേക്കെല്ലാം സെറ്റാക്കി വെച്ചേക്കാമെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ റൂമിൽ കയറി ഫ്രഷൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങളവിടെ ബാഗെല്ലാം ഒരു റൂമിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു. കാരണം അവർ ക്ലീൻ ആക്കുന്നതുകൊണ്ട്. അപ്പം ഞങ്ങൾ ഏറ്റവും മുകളിലൊരു റൂമിൽ കൊണ്ട് ഞങ്ങൾ ബാഗൊക്കെ വെച്ചു കേട്ടോ. അപ്പം എല്ലാവരും സാധനങ്ങളൊക്കെ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. നേരെ ഞങ്ങൾ ബസ്സിൽ കയറി കുറച്ച് ദൂരം ഉള്ളായിരുന്നു. അവിടുന്ന് പോയിട്ട് നമ്മൾ കേരള ഫുഡുള്ള തന്നെ ഒരു ഹോട്ടലായിരുന്നു. അപ്പോൾ ആ ഹോട്ടലിൽ ഞങ്ങൾ കയറി കേട്ടോ. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ഇൻ്റർനാഷണൽ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പം കേരള ഫുഡ് തന്നെയാണ് അവിടെ തരുന്നതെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കയറി ചെന്നപ്പോഴത്തേക്ക് തന്നെ ഫസ്റ്റ് കിട്ടിയത് നല്ല ഒരു ഫുഡ് തന്നെയായിരുന്നു എന്ന് പറയാം. നമ്മൾ പൂരി, പിന്നെ എന്താ പറയുക, ദോശ ഉണ്ടായിരുന്നു, ചമ്മന്തി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആർക്ക് വേണ്ടി ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ലപോലെ കഴിച്ച് എല്ലാവർക്കും. പിന്നെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ അതാണ്ട് ഒരു തത്തമ്മയല്ലല്ലോ ഗൈസ്, നേരെ കുരുവി, എന്തൊരു ഇത് പറയത്തില്ലേ, അതിനെ കണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ സൂ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് നേരെ സൂവിലോട്ടാട്ടോ പോയത്. അപ്പോൾ എല്ലാവരും ഇറങ്ങി. സൂവിൻ്റെ അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ പൊന്നോ ഗൈസ്, ഫുൾ തിരക്ക്. എൻ്റെ പൊന്നോ, എവിടെ ഒന്ന് കൈ വിട്ടു പോയാൽ പോയെന്ന് പറയുന്നു. അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. കുറേ സ്കൂളിലും പിള്ളേരും അല്ലാണ്ട് കുറേ ഫാമിലീസ് അല്ലാതെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെമ്മം വെളിയിൽ കാണാൻ നല്ല രസമുള്ള ഇതൊക്കെ ആയിരുന്നു കേട്ടോ. സൂവിൻ്റെ ഒരു പോർഷനും പിന്നെ എന്താ പറയുക, നല്ല കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ എല്ലാവരും കയറി. അങ്ങനെ ലൈനൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ കയറിയത്
ഫസ്റ്റ് നമ്മൾ കുറേ കിളികളാട്ടോ, കിളികളെയൊക്കെ കുറേ കണ്ടു. പല നിറത്തിലുള്ളതും പല സൈസിലുള്ളതും പല രീതിയിലുള്ളതും എല്ലാ കിളികളുണ്ട്. എല്ലാത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല ഗൈസ്. പല നല്ല രസമുള്ളതായിരുന്നു. അപ്പം എല്ലാത്തിനും ഞങ്ങളിങ്ങനെ കണ്ടു. അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണതിൻ്റെ രസമായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ കുറച്ച് നടന്ന് കുറേ വന്നപ്പോഴത്തേക്ക് നമ്മൾ പുലിയുടെ സെക്ഷനായി. പുലി, സിംഹം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം നമ്മളെല്ലാത്തിനും ഇങ്ങനെ കണ്ട് നടന്ന് പോകുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു പുലിനെയും സിംഹത്തിനെയും എല്ലാത്തിനെയും കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കാറി കൂവിയൊക്കെ നിൽക്കും. പക്ഷേ അതുങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, കാരണം ഇത്രയും സൗണ്ടൊക്കെ അല്ലേ, അതുങ്ങൾ പേടിച്ചായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് അധികം അടുത്തോട്ടൊന്നും വരുന്നില്ലായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ കണ്ടു. പിന്നെ നടന്നു, അങ്ങ് കുറേ നടന്നു. പിന്നെയും കുറേ ജീവികളുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെ വീഡിയോ അങ്ങ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, മടുത്ത് പോവുമായിരുന്നു നടന്ന്. അപ്പം എനിക്ക് പറ്റുന്ന പോലെ എല്ലാവരുടെയും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് ദാണ്ട ഗൈസ്, നമ്മുടെ കുരങ്ങന്മാരുടെ പല വെറൈറ്റികൾ എന്ന് പറയുമ്പോൾ എൻ്റെ സിംഹവാല കുരങ്ങ്, ഗൊറില്ല, പിന്നെ എന്താ പറയുക, അങ്ങനെ കുരങ്ങുകളുടെ പല കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനെയും അങ്ങനെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് പേരെ കാണാൻ പറ്റി, കുറച്ച് പേരെ അങ്ങനെ കാണാൻ പറ്റിയില്ല. അപ്പം എല്ലാത്തിനെയും കണ്ട് ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് തന്നെ കൈയും പിടിച്ചിട്ടോ പോയത്. കാരണം ആരും കാണാൻ പോയില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേര് പല വശത്തോടെയും പോയിട്ട് ആരെയും കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ കൈയും പിടിച്ച് കാണാതെ പോകാണ്ട് ഒരുമിച്ച് നടന്നു പോയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അതുപോലെ തിരക്കായിരുന്നു എൻ്റെ അകത്തെല്ലാം. കണ്ടോളൂ അവിടെ കണ്ടിട്ടുണ്ടോ കുരങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കേട്ടോ പോകുന്നത്. അപ്പോൾ താണ്ട് അവനെ കണ്ട് ഇവളെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കേട്ടോ ഞങ്ങൾ പോകുന്നത് അങ്ങോട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്ക് സീബ്രയെ കണ്ടു കഴിഞ്ഞാൽ അതുങ്ങളെയൊക്കെ കണ്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് ഇതുങ്ങളൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങളത് കണ്ടു. നേരെ നടന്ന് അടുത്തത് കാണുമ്പോൾ നമ്മുടെ എന്താ പറയുക, കരടി. അങ്ങനെ കരടികളെ കണ്ടപ്പോൾ അതുങ്ങളെല്ലാം ഇങ്ങനെ പേടിച്ച് വരണ്ട് നിൽക്കുക കേട്ടോ. അതിൻ്റെ അകത്ത് പാവമുണ്ട് കാണാൻ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചിട്ട് തേരാപ്പാര നടക്കുമായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ കുറേ മാനുകളുണ്ടായിരുന്നു കേട്ടോ. മാനുകളും അങ്ങനെ പല കളറുകളും പല വലിപ്പങ്ങളും വലുതാക്കി ആയിട്ട്. പിന്നെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കി കളിച്ച് നടന്നാട്ടോ ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കുറേ മാനുകളും പിന്നെയും കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആനയെ കണ്ടു. ആനയുടെ ഇത് എന്നെ ആന മനസ്സിലായി, പക്ഷെ ആനയെ കണ്ടു കേട്ടോ. ആന ഇതിലൊക്കെ പോകുന്നതും വരുന്നതൊക്കെ. പിന്നെ കണ്ടത് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസ് ഹിപ്പോപ്പൊട്ടാമസ് അല്ലല്ലോ, ഇതിൻ്റെ പേരെന്താ ഗൈസ്, ഞാൻ മറന്നു. ഹിപ്പോപ്പൊട്ടാമസ് എന്നല്ലേ ഇത് പറയുന്നത്, അതെന്ന് തോന്നുന്നു. അതെ അതിനെ കണ്ടു. പിന്നെ മാനിൻ്റെ വേറൊരു സാധനം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പൊന്മാനല്ലോ ഗൈസ്, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. പിന്നെ പാമ്പിൻ്റെ സെക്ഷൻ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പറഞ്ഞു. പിന്നെ കൂട്ടുകാരെല്ലാം കൂടെ പാമ്പിനെ കാണും, ആനക്കൊണ്ടേ കാണുമെന്ന് പറഞ്ഞ് എല്ലാവരും പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പിന്നെ പാമ്പിൻ്റെ അവിടെ പോയി. അയ്യോ ഗൈസ്, ഭയങ്കര വലിപ്പമുള്ള പാമ്പ്. പിന്നെ ഇങ്ങനെ പാമ്പിനെയൊക്കെ കണ്ടു കേട്ടോ ഗൈസ്. പിന്നെ ജിറാഫിനെയൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്ന് ബസ്സിൽ കയറി. പിന്നെ യാത്ര പിന്നെയും തുടങ്ങി കേട്ടോ ഗൈസ്. അങ്ങനെ മുന്നോട്ട് ഞങ്ങൾ പോയി. നല്ല രസമാണ് കേട്ടോ പോകുന്ന വഴിക്കൊക്കെ. അയ്യോ എന്നാ ഭംഗിയാണെന്നറിയോ, പോകുന്ന നല്ല വ്യൂ ആയിരുന്നു കേട്ടോ കാണാൻ. അടിപൊളിയായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളായിട്ടുള്ള സിറ്റി അങ്ങനത്തെയൊക്കെ ഉണ്ട്. എല്ലാം കാണാൻ നല്ല മലയെന്ന് താഴോട്ട് നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ കട്ട പോലെ വീടുകളൊക്കെ ഇരിക്കുന്നത് എന്നാ രസമായിരുന്നു അറിയോ. പിന്നെ ഞങ്ങൾ ഏതോ ചെന്ന് ഒരു ടെമ്പിളുണ്ട് അവിടെയാണ്. ടെമ്പിളിൻ്റെ അങ്ങോട്ട് ഞങ്ങൾ കുറേ നടക്കണമായിരുന്നു. കുറച്ചും കൂടെ നടക്കുന്ന വഴി പല ടോയ്സിൻ്റെയും ഫുഡിൻ്റെയും അങ്ങനെ കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു കടകൾ. അവിടെ ചെല്ലുമ്പോൾ അതിലൊക്കെ എല്ലാവരും വന്ന് വിളിക്കുന്നു, വാ അമ്മ എന്നൊക്കെ പറഞ്ഞ് തമിഴിലൊക്കെ വാ എന്നൊക്കെ പറഞ്ഞ് വാങ്ങെന്നൊക്കെ പറഞ്ഞ് അവർ കുറേ വിളിച്ച്. ഞങ്ങൾ കണ്ടില്ല. അങ്ങനെയല്ല കേട്ടോ ഗൈസ്, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. കാരണം ഇവിടെ പൈസ ഇറക്കിയാൽ പിന്നെ കാണത്തില്ലല്ലോ ഫ്രണ്ടിലോട്ട് പോയാൽ വാങ്ങാൻ. സോ അങ്ങനെ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ നേരെ നടന്ന് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കുറേ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വില കുറച്ച് സാധനങ്ങളും പിന്നെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ചെന്ന് കയറുമ്പോൾ തന്നെ കുഞ്ഞു സ്റ്റാളുകളാട്ടോ.
പിന്നെ പോയി 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 കുറേ നടന്നു കേട്ടോ. അവിടെയുള്ള ഓരോ കടയിൽ എന്താ പറയുക, ഏതെടുത്താലും 50, ഏതെടുത്താൽ 100, അങ്ങനെ വില കുറഞ്ഞ സാധനങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ചെന്ന് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ നോക്കി നോക്കി കയറിപ്പോയി കേട്ടോ. അതിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ടെമ്പിളിൻ്റെ അവിടെ എത്തി കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ഏസറ്റിക് ടെമ്പിൾ, അടിപൊളി ടെമ്പിളായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനൊക്കെ കേട്ടോ. പിന്നെ ഞങ്ങളത് കണ്ടു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നല്ലൊരു അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കണ്ടില്ല, തിരിച്ച് വന്നപ്പോഴോട്ടെ ഗൈസ് കണ്ടത് നല്ല കമ്മൽ കട. അയ്യോ, പെണ്ണുങ്ങളാണെങ്കിൽ ആ കട നിറങ്ങത്തില്ല ഗൈസ്, അതുപോലെ കമ്മലും മാല, അയ്യോ നിറച്ച്. അതിൻ്റെ ഇടയ്ക്ക് കടയിലൊരു ചെറുക്കനുണ്ടായിരുന്നു, അവനൊക്കെ വീഡിയോ എടുക്കണോ യോയോ എന്നൊക്കെ വെച്ച് കാണിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഉച്ചയ്ക്ക് തന്നെ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടോ. എല്ലാവരും അവിടെ ഇരുന്ന് അവിടെ ഓരോരോ സ്ഥലത്ത് ഇരുന്ന് കഴിക്കുന്നു, ഫോൺ വിളിക്കുന്നു വീട്ടിലോട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പാലസ് കാണാം കേട്ടോ. അടിപൊളി പാലസൊക്കെ ആയിരുന്നു. അയ്യോ ഗൈസ്, അവിടെ ഫുൾ എസ്തറ്റിക് ആയിരുന്നു കേട്ടോ. എന്നാ പറയുക, പാലസിൽ വന്നിട്ടുള്ളവർക്കറിയാമല്ലോ മൈസൂരിലെ പാലസ് എങ്ങനെയാണെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി കുറേ നേരം അങ്ങനെ വെളിയിൽ നിന്ന് കണ്ടു നോക്കി. എല്ലാവരും വായ നിർത്തപ്പോഴത്തേക്ക് പാസ്സൊക്കെ എടുത്ത് അകത്തോട്ട് കയറി ചെല്ലാൻ വേണ്ടി പോയിട്ടോ. ഞങ്ങൾ പിന്നെ വെളിയിൽ നിന്ന് അവിടെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അയ്യോ, അവിടെ ഇരിക്കുന്ന ഗാർഡൻ എന്നാ രസമാണ്. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ വന്ന കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ യൂണിഫോം കളറൊക്കെ നല്ല രസം. ഞങ്ങൾ പിന്നെ കളറായതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ പിന്നെ അതില്ലേ, പക്ഷെ പല സ്കൂളിലും വന്ന എല്ലാ പിള്ളേരുടെയും യൂണിഫോം ആയിരുന്നു കേട്ടോ. എല്ലാം കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി കേട്ടോ. പാലസിൻ്റെ അകത്ത് കയറുമ്പോൾ നല്ല രസം. അയ്യോ ഗൈസ്, പറയണ്ടല്ലോ, അവിടെ കുറേ രാജാക്കന്മാരുടെ സാധനങ്ങളും ഫോട്ടോസും പിന്നെ എന്താ പറയുക, എന്താ പറയുക, പാലസിനെ പറ്റിയുള്ള കാര്യങ്ങളും എല്ലാ പാലസിനകത്തൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് കണ്ടും വായിച്ചും എന്താ പറയുക, എല്ലാം കണ്ടും കേട്ടും വായിച്ചും പോന്നു. ഞങ്ങളൊക്കെ നടന്ന് അകത്തോട്ട് കയറിപ്പോയി. അവിടെ എല്ലാം കണ്ടു. അകത്ത് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ അതൊക്കെ മറ്റേ രാജാവിൻ്റെ എന്താ പറയുക, സിംഹാസനവും അങ്ങനെ എന്തൊക്കെയോ ആനക്കൊമ്പും അത് ഇതൊക്കെ ഉണ്ടായി. പിന്നെ റിയൽ ആയിട്ടുള്ള ആനയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് കാണാൻ. അയ്യോ, നല്ല രസമായിരുന്നു. അവരിപ്പോഴും അതങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ആ പാലസിൻ്റെ വെളിയിലോട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ ആ പാലസിൻ്റെ അകത്ത് തന്നെ ഒരു സൈഡ് പോർഷന് വന്നപ്പോഴത്തേക്ക് അവിടുന്ന് വെളിയിലോട്ട് കാണാൻ എന്നാ രസമായിരുന്നു കേട്ടോ. അതേപോലെ രാജാക്കന്മാർ മറ്റേ പരിപാടിയൊക്കെ വെക്കുമ്പോൾ വന്ന് നിൽക്കുന്നൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ അവിടെ ഞങ്ങൾ നേരെ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ മുഴുവൻ മറ്റേ ആനയുടെ വെക്കുന്ന മറ്റേ നെറ്റിച്ചിട്ടയിലെല്ലാം എന്ത് സാധനമില്ല, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അയ്യോ, കാണാൻ നല്ല രസമുള്ള കൊട്ടാരം കേട്ടോ. വെളിയിൽ നിന്ന് കാണാനും ആ ഒരു പോർഷനിൽ നിന്ന് കാണണം, മറ്റേ സൂര്യൻ്റെ വെട്ടം അടിക്കുമ്പോഴൊക്കെ അയ്യോ അടിപൊളിയാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയത് ഗാർഡൻ കാണാൻ വേണ്ടി കേട്ടോ. ഒരു ഗാർഡൻ വേണ്ടി കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ലൈനൊക്കെ ആയിട്ട് പല കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും പിന്നെ പല ഫാമിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ഇങ്ങനെ ലൈൻ നിന്ന് കുറേ നേരം നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അധികം ഇരുട്ടിയിട്ടില്ല, പക്ഷെ കയറിയപ്പോൾ നല്ലപോലെ ഇരുട്ടിയായിരുന്നു കേട്ടോ. അവിടെ പിന്നെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ കൈ കൊട്ടി നിൽക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ എല്ലാവരും രക്ഷപ്പെട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒരു പാവങ്ങളായിട്ട് തന്നെ നിന്നേ. പിന്നെ അവരെല്ലാവരും ഇങ്ങനെ നോക്കി. പിന്നെ ആ ഗാർഡൻ്റെ അകത്തോട്ട് ഞങ്ങൾ കയറി ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല എന്താ പറയുക, ചെല്ലുമ്പോഴേ മറ്റേ ഈ വാട്ടർഫോൾസൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ കാണാൻ അങ്ങനത്തെ തന്നെ ആയിരുന്നു, കൂടുതലും വാട്ടർഫോൾസ് ആയിരുന്നു. പിന്നെ സൈഡിൽ കൂടെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. കുറേ ലൈറ്റുകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് എന്തു പറയുക, വാട്ടർഫോൾസും പിന്നെ ലൈറ്റും മാത്രമുള്ളായിരുന്നു. വെള്ളം മാത്രം കാണാൻ വേണ്ടി കയറിപ്പോയെന്ന് വേണേ പറയാം ഗൈസ്. പിന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ സൈഡ് മുഴുവൻ കുറേ ചെരുപ്പും ബനിയനും അത് ഇതും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നൈറ്റ് തന്നെ എന്തോ പൊറോട്ടയും ചിക്കനും പിന്നെ ബിരിയാണിയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ വെളിയിലല്ലേ, നമുക്ക് മലയാളം ചോറുണ്ണാനൊന്നും പറ്റിയില്ലല്ലോ, അതുകൊണ്ട് എന്തൊക്കെയോ കഷ്ടപ്പെട്ട് കഴിച്ച്.
അവിടുന്ന് പിന്നെ എല്ലാവരും മടുത്ത് നേരെ റൂമിലോട്ടാട്ടോ പോകുന്നത്. അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. ഇപ്പം നേരെ അന്ന് എല്ലാവരും വന്ന് നിന്നു. അവിടെ ചെന്നപ്പോൾ ദാണ്ട് സൈഡ് ഫുള്ളും ബിയറും വെള്ളം മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ എങ്ങനെയൊക്കെയോ പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയുമ്പോൾ ദാണ്ടേ ഡോറ് തുറക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു അതില്ല. എങ്ങനെയൊക്കെയോ തുറന്ന് ഗൈസ്, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ തിരിച്ചും മറിച്ചും കുത്തിയാക്കി ഡോറ് തുറന്നു. ഫുൾ കോമഡിയായിരുന്നു. തുറക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അത് തിരിച്ചതിൻ്റെ എന്തൊക്കെയോ കുഴപ്പമായിരുന്നു. പിന്നെ അവളെങ്ങനെയൊക്കെയോ തുറക്കാൻ നോക്കി, എന്നിട്ടൊന്നും പറ്റുന്നില്ല. പിന്നെ അവിടെ നിന്നുള്ളൊരു സ്റ്റാഫ് അങ്കിളുണ്ടായിരുന്നു. ഞങ്ങൾ അങ്കിളെ വിളിച്ച് അങ്കിളെ ഒന്ന് തുറന്നു തരുമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ഠടാന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തുറന്നു തന്നു ഗൈസ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇത്രയും നേരം ഇരുന്ന് തിരിച്ച് മറിച്ചിട്ട് ആ ഒരു ബട്ടൺ പോലത്തെ സാധനത്തെ ഞെക്കി തുറക്കാനുള്ളത്, ഞങ്ങളത് തുറന്നില്ലായിരുന്നു. ഞങ്ങളിന്ന് തിരിച്ചും മറിച്ചും ഇരിക്കുമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ റൂമിൽ ചെന്നപ്പം അപ്പം അടിപൊളി ഗൈസ്, എങ്ങനെയോ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടായിരുന്നു. അപ്പോഴാണ് സമാധാനമായത്. പിന്നെ എല്ലായിടം കോലം താണ്ട് ഇതുപോലെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഏറ്റവും മുകളിൽ പോയി ഞങ്ങളുടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ താഴോട്ട് റൂമിൽ വന്നു കേട്ടോ. റൂമിൽ വന്ന് എല്ലാവരും അങ്ങോട്ട് ഫ്രഷായി കുറച്ച് നേരം ഇരുന്നും കടന്നൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ്ട് ഗൈസ് നമുക്ക് റീലൊക്കെ എടുക്കാമെന്ന് ഓർത്തിട്ട് എല്ലാവരും ഒന്നും കൂടെ ഡ്രസ്സൊക്കെ മാറി വന്നു. പിന്നെ ഞങ്ങൾ റീലെടുക്കാൻ വേണ്ടി ഒരു റീലൊക്കെ എടുത്തിട്ട് അടിപൊളി ഒരു ഡാൻസായിരുന്നു ഞങ്ങൾ കളിച്ചത്. അങ്ങനെ റീലൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ കയറിക്കാൻ നല്ലൊരു സുഖമായിട്ട് ഉറങ്ങി കേട്ടോ ഗൈസ്.